പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പേടി കൂടാതെ എങ്ങനെ ഒരു വാഹനം നമുക്ക് ഡ്രൈവ് ചെയ്യാം എന്നതിനെ പറ്റിയാണ്. അപ്പൊ നിങ്ങൾക്കും പേടിയാണ്, വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്കും പേടി കൂടാതെ എന്തെല്ലാം ശ്രദ്ധിച്ചാൽ ഒരു വാഹനം പേടി കൂടാതെ ഓടിക്കാം എന്നതിനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ കൊടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നമ്മളൊരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 5 കൂട്ടം കാര്യങ്ങളിലാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. ഒരു സ്റ്റിയറിങ്, ഒരു ക്ലച്ച്, ഒരു ബ്രേക്ക്, ഒരു ആക്സിലേറ്റർ, ഒരു ഗിയർ. നമ്മൾ വേറെ ഒന്നിലുമല്ല നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പൊ ഈ 5 കൂട്ടം കാര്യങ്ങളിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം നമുക്ക് അതിനകത്തിൽ ബാലൻസ് ആയിട്ടുണ്ടെന്ന് നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, മനസ്സിലാക്കുക. ഇതിൽ നമുക്ക് ഏതിലെങ്കിലും ഒന്നിലെങ്കിലും നമുക്കൊരു ബാലൻസ് കൃത്യമായിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു പേടികൾ ഉണ്ടാകും. കാരണം പലയിടങ്ങളിലാണ് നമുക്കൊരു വാഹനം നിർത്തേണ്ടതായിട്ടുണ്ട്, തിരിക്കേണ്ടതായിട്ടുണ്ട്, സ്പീഡ് കൂട്ടേണ്ടതുണ്ട്, സ്ലോ ചെയ്തേണ്ടതായിട്ടുണ്ട്, എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളിൽ ഒരു ബാലൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഒരു വാഹനം ഓടിക്കാൻ കഴിയത്തുള്ളൂ. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിനെ പറ്റിയും, ക്ലച്ചിനെ പറ്റിയും, അതുപോലെ തന്നെ ബ്രേക്കിനെ പറ്റി, ആക്സിലേറ്ററിനെ പറ്റിയും, ഗിയറിനെ പറ്റി, സ്റ്റിയറിങ്ങിനെ പറ്റി ഡീറ്റെയിൽ ആയ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ കയറിയാൽ നിങ്ങൾക്ക് അത് പൂർണ്ണമായിട്ട് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമാകും. അപ്പൊ നമ്മൾ ഒരു വാഹനം നമ്മൾ സ്റ്റിയറിങ്ങിൽ നമുക്ക് കൃത്യമായിട്ട് ഒരു ബാലൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല പ്ലെയിനായ സ്ഥലങ്ങളിൽ പോയിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, സ്റ്റിയറിങ്ങിൽ ഒരു വഴക്കം, നല്ല രീതിയിൽ 2 കൈക്ക് ഒരു വഴക്കം ഉണ്ടായിരിക്കണം. കാരണം നമ്മളൊരു വാഹനം ഓടിക്കുന്ന സമയത്ത് പലരോട് നിർത്താൻ പറയുന്നത് എന്ത് ചെയ്യും, സ്റ്റിയറിങ്ങിലേക്ക് മുറുകെ പിടിക്കും. അപ്പൊ നമുക്ക് സ്റ്റിയറിങ്ങിൽ എത്രത്തോളം നമുക്കൊരു ബാലൻസ് ഉണ്ട് എന്ന് നമുക്ക് തന്നെ ഒരു ബോധ്യം ഉണ്ടായിരിക്കണം. നല്ല രീതിയിൽ ഒരു വഴക്കം ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ക്ലച്ചില്, നമ്മൾ ഒരു കാരണവശാലും നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണ്ട, ഇതൊന്നും പ്രാക്ടീസ് ചെയ്യണം. നമ്മുടെ വീട്ടിൽ കിടക്കുന്ന ഒരു വാഹനത്തിൽ നമ്മൾ കയറി ഇരുന്നിട്ട് നല്ല രീതിയിൽ ഒരു വഴക്കം, ക്ലച്ചിൽ കൃത്യമായിട്ട് നമുക്ക് ക്ലച്ച് കറക്റ്റായിട്ട് ചവിട്ടാനും അതുപോലെ തന്നെ എടുക്കാനും കൃത്യമായിട്ടൊരു വഴക്കം. കാരണം നമുക്ക് പല സാഹചര്യം ഒരു വണ്ടി നിർത്തേണ്ട സമയത്ത് വന്നാലും നമുക്ക് ക്ലച്ചിന്റെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഗിയർ ഡൗൺ ചെയ്യണമെങ്കിലും, ഗിയർ ഇടണമെങ്കിലും, അതുപോലെ തന്നെ വാഹനം എടുക്കണമെങ്കിലും ഈ ക്ലച്ചിലാണ് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് ആ ക്ലച്ചിൽ നല്ല രീതിയിൽ ഒരു വഴക്കം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, വാഹനം പലയിടങ്ങളിലാണ് നമ്മൾ വണ്ടി ഓടിക്കേണ്ടത്. അപ്പം പലയിടങ്ങളിൽ നമുക്ക് എടുക്കേണ്ടതും നിർത്തേണ്ടതും തിരിക്കേണ്ടതും സമയങ്ങളിലെല്ലാം ക്ലച്ചിലേക്ക് കാല് പോകുന്നത്, അതുപോലെ തന്നെ എടുക്കാനും കൃത്യമായിട്ട് കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ, ആ പേടികൾ മാറത്തുള്ളൂ. അതുപോലെ തന്നെ ബ്രേക്കിലും ആശ്രയം കൃത്യമായിട്ട് കാല് വെക്കാനും നമ്മൾ പഠിച്ചിരിക്കണം. പലരും ചവിട്ടുന്ന സമയത്ത് ഭയങ്കര ജെർക്കിംഗ് ഉണ്ടാകുന്നത്, അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാല് കറക്റ്റായിട്ട് ബ്രേക്കിലും ആക്സിലേറ്ററും വെക്കുന്നത് കൃത്യമല്ല, അത് ചെയ്യുന്നത് കൃത്യമല്ല. അതുകൊണ്ടാണ് നമ്മൾ ചവിട്ടുന്ന സമയത്ത് ജെർക്കിംഗ് ഉണ്ടാകുന്നത്. കൃത്യമായിട്ട് എങ്ങനെയാണ് കാല് വെക്കേണ്ടത്, കാല് ബ്രേക്കിലും ആക്സിലേറ്ററും കൃത്യമായിട്ട് എങ്ങനെ വെച്ചാലേ കാല് കറക്റ്റായിട്ട് എത്തത്തുള്ളൂ. പലരും പറയാറുണ്ട് എന്റെ കാല് എത്തുന്നില്ല, എനിക്ക് കാലിന്റെ നീളക്കുറവാണ്. ഒരു കാലിന് നീളക്കുറവ് ഒന്നും അങ്ങനെയൊന്നുമില്ല. നമുക്ക് കറക്റ്റായിട്ട് കാല് വെക്കാൻ അറിയാൻ മേലാത്തതുകൊണ്ടാണ് കൃത്യമായിട്ട് നമുക്ക് എത്താത്തത്. അപ്പൊ കൃത്യമായിട്ട് കാല് വെക്കേണ്ടതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഈ ഒരു ചാനൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോസ് കയറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകും. അപ്പൊ കൃത്യമായിട്ട് നമ്മുടെ ബ്രേക്കിലും ആക്സിലേറ്ററും കറക്റ്റായിട്ട് കാല് പോകുന്നുണ്ടോ, കറക്റ്റായിട്ട് നമുക്ക് നോക്കാതെ തന്നെ. കാരണം പിന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലരും എന്ത് ചെയ്യും, ചിലർ ഗിയറിൽ ഇടുന്ന സമയത്ത് ഗിയറിലേക്ക് നോക്കും, അതുപോലെ തന്നെ ആക്സിലേറ്റർ ഇടുന്ന ആക്സിലേറ്ററിൽ നോക്കും, സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗിൽ നോക്കും. നമ്മളിപ്പം ഈ 5 കൂട്ടം കാര്യങ്ങളാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പൊ ഈ 5 കൂട്ടം കാര്യങ്ങൾ നമ്മൾ ഒരു കാരണവശാലും ചെയ്തത് നിങ്ങൾ നോക്കാൻ പാടില്ല. ഒരു കാരണവശാലും നോക്കാതെ തന്നെ എന്ത് വേണം, പ്രാക്ടീസ്. നമ്മുടെ വീട്ടിൽ കിടക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റാണ്. അപ്പൊ നമ്മുടെ വണ്ടി ഓഫാണ്, അപ്പൊ വീട്ടിൽ കിടക്കുമ്പോൾ നമ്മുടെ ഓഫ് ആയിക്കൊണ്ട് തന്നെ വേണം നമ്മൾ ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് തന്നെ അറിയാം, ബോധ്യമുണ്ട്, മുന്നോട്ട് വണ്ടി പോയി ഇടിക്കത്തില്ല. കാരണം പലരും വാഹനത്തിലോട്ട് കയറിയിരിക്കുമ്പോൾ മുന്നേ പോയി തട്ടുവോ, കൊച്ചിനെ പോയി ഇടിക്കുവോ, മതിലെ പോയി ഇടിക്കുവോ, അതുപോലെ തന്നെ ഗേറ്റെ പോയി തട്ടുവോ, ഇങ്ങനെയുള്ള പേടിയാണ് വണ്ടിക്കകത്ത് കയറി ഇരിക്കുമ്പോൾ തന്നെ. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് അതിനകത്ത് എന്താണ് ചെയ്യേണ്ടത് കൃത്യമായിട്ട് അറിയാൻ മേലാത്തതുകൊണ്ടാണ് അങ്ങനെയുള്ള പേടികൾ ഉണ്ടാകാനുള്ള കാരണം. അപ്പൊ നമുക്ക് തന്നെ അറിയാം, വണ്ടി ഓഫായി കിടക്കുമ്പോൾ വണ്ടി അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി തട്ടുവോ മുട്ടോ ഒന്നും ചെയ്യില്ല. അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി. ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടി, തീർത്തും വണ്ടി ഓടിക്കാൻ പേടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പിൽ ബന്ധപ്പെടാം. ഇതൊരു 1 ഡേ ട്രെയിനിങ് ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞിരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ
നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്മളെ പലരും പറഞ്ഞ് മടുപ്പിക്കാറുണ്ട്, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് എടുത്തതിന് ശേഷം 1-2 പ്രാക്ടീസിന് പോയതല്ലേ, അപ്പൊ പ്രായം കൊണ്ടായിരിക്കും പറ്റാതെ പറഞ്ഞ് മടുപ്പിക്കാറുണ്ട്. ഞാൻ പറയുന്നു, നമുക്ക് ഡ്രൈവിങ്ങിന് ഒരു പ്രായം ഒരു പ്രശ്നമല്ല. നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ തന്നെ അറിയാം, 80-85 വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാ? കാരണം അവർ വണ്ടി ഓടിക്കുന്ന കയ്യും കാലും കൊണ്ടാണ്, നമുക്കും കയ്യും കാലും കൊണ്ടാണ്. അപ്പൊ നമ്മൾ എന്തുകൊണ്ട് നമുക്ക് ഓടിച്ചുകൂടാ? അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രായം ഒരു പ്രശ്നമല്ല. എന്റെ ജില്ല നിങ്ങൾ ഏതാണ് കരുതണ്ട. നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും ഏത് പ്രായമുള്ളവരായിരുന്നാലും എന്റെ ജില്ല നിങ്ങൾ ഏതാണ് കരുതണ്ട. നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നേരെ നോക്കിക്കൊണ്ട് തന്നെ ഗിയർ ഇടുക. അതായത് ക്ലച്ച് നല്ലൊരു ചവിട്ടിയതിനു ശേഷം ഫസ്റ്റ് കറക്റ്റായിട്ട് ഇടാൻ പറ്റുന്നുണ്ടോ, അതുപോലെ തന്നെ സെക്കൻഡ് ഇടാൻ പറ്റുന്നുണ്ടോ. അപ്പം ഗിയറിന്റെ മുകളിൽ നമ്മൾ കൈ പിടിക്കുന്ന സമയത്ത് ഒരു കാരണം നിങ്ങൾ പ്രസ് ചെയ്തുകൊണ്ട് എന്ത് നിങ്ങൾ ഗിയർ ഇടാൻ വേണ്ടി ശ്രമിക്കരുത്. നമ്മൾ ഒരു സൈഡ് ചേർത്ത് തന്നെ ഫസ്റ്റ് ഇടുക, അതുപോലെ തന്നെ സൈഡ് ചേർത്ത് തന്നെ സെക്കൻഡ് ഇടുക. അപ്പൊ നമുക്ക് ഈ ഒരു വിരലിന്റെ ഒരു ഭാഗം കൊണ്ടാണ് എന്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇടാം. ഞാനിപ്പം ഓടിച്ച് കാണിക്കുന്ന അല്ലെങ്കിൽ കൃത്യമായിട്ട് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകണം. കാരണം നിങ്ങളുടെ വണ്ടി ക്ലച്ച് ഉണ്ട്, ബ്രേക്ക് ഉണ്ട്, ആക്സിലറേറ്റർ ഉണ്ട്, സ്റ്റിയറിംഗ് ഉണ്ട്. കൃത്യമായിട്ട് നിങ്ങളുടെ വാഹനത്തിൽ കയറിയിരുന്ന് നിങ്ങൾ ആ ഒരു രീതി പൊസിഷൻ നിങ്ങൾ ചെയ്താൽ മതി. അത് ഇന്നതാണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് പറഞ്ഞെന്നാലും നിങ്ങൾ ചെയ്തോളൂ. കാരണം ഞാനിപ്പോൾ അത് കാണിച്ചോണ്ടിരുന്നാൽ ചിലപ്പോൾ നിങ്ങൾ അതും കണ്ടോണ്ടിരിക്കും. ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്തില്ല, നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാകത്തില്ല, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാകത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ക്യാമറ മുഖത്തേക്ക് തന്നെ ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ നിങ്ങളുടെ വണ്ടിയിൽ ഈ കാര്യങ്ങൾ പോയി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ നല്ല രീതിയിൽ ഒരു വഴക്കം ക്ലച്ചില്, ബ്രേക്കില്, ആക്സിലറേറ്ററിൽ, സ്റ്റിയറിംഗിൽ എത്രത്തോളം നമുക്ക് സ്പീഡ് കിട്ടുന്നുണ്ടോ. നമ്മുടെ വീട്ടിലിരിക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് കാലിന്റെ ആ ഒരു വഴക്കം കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരിക, ഈ ഒരു ഭാഗത്ത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന സമയത്തോ ഒക്കെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ വഴക്കത്ത് ഇങ്ങനെ കൊണ്ടുവരിക. നമ്മുടെ കാലിന്റെ ഉപ്പൂറ്റി നിലത്ത് മുട്ടിച്ചുകൊണ്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ കൊണ്ടുവരിക, അതുപോലെ തന്നെ ഇങ്ങനെ കൊണ്ടുവരിക. അപ്പൊ നമുക്ക് തന്നെ അറിയാം ഇതിന്റെ ഇടയിലാണ് ബ്രേക്കും ആക്സിലറേറ്ററും ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത്രയും ഒരു വഴക്കം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ ബ്രേക്കും ആക്സിലറേറ്ററും കൃത്യമായിട്ട് നമുക്ക് സ്പീഡ് കിട്ടും. അപ്പൊ നമുക്ക് എത്രത്തോളം അവിടെ നമുക്ക് സ്പീഡ് കിട്ടുന്നതിനനുസരിച്ചാണ് നമ്മൾ പെട്ടെന്ന് ബ്രേക്കിൽ നിന്ന് കാല് മാറ്റി ആക്സിലറേറ്റർ പോകുന്നതും, ആക്സിലറേറ്ററിൽ നിന്ന് കാല് മാറ്റേണ്ട സമയത്ത് പെട്ടെന്ന് ആക്സിലറേറ്റർ നിന്ന് മാറി ബ്രേക്കിലേക്ക് കാല് വരാൻ സാധിക്കത്തുള്ളൂ. കാരണം തുടക്കക്കാരെ സംബന്ധിച്ചോളം പെട്ടെന്ന് എന്തില്ല, അവരുടെ ബ്രേക്കിൽ നിന്ന് കാല് മാറത്തില്ല. അതേപോലെ തന്നെ ബ്രേക്കിൽ നിന്ന് കാല് മാറിയാലും പെട്ടെന്ന് എന്തില്ല, ആക്സിലറേറ്റർ കൊടുക്കേണ്ട സമയത്ത് ആക്സിലറേറ്ററിൽ കാല് പോകത്തില്ല. അഥവാ ആക്സിലറേറ്റർ കൊടുത്താൽ പോലും ആക്സിലറേറ്ററിൽ നിന്ന് കാല് എടുക്കാൻ ഒരു പേടി. അതുപോലെ തന്നെ ആക്സിലറേറ്ററിൽ നിന്ന് എങ്ങനെ പെട്ടെന്ന് കാല് മാറി വരുന്നില്ല. അപ്പൊ നമുക്ക് ഈ ഒരു രീതിയിലുള്ള ഒരു വഴക്കം കിട്ടിയാൽ എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ നമ്മുടെ കാലുകൾ പ്രയോഗിക്കാൻ തുടങ്ങും. കാരണം നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്റ്റിയറിംഗ് എന്തിനൊക്കെയാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അതുപോലെ തന്നെ ബ്രേക്ക് എന്തിനൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കണം. ആക്സിലറേറ്റർ നമ്മൾ എന്തിനൊക്കെയാണ് വണ്ടി യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ക്ലച്ച് നമ്മൾ എന്തിനൊക്കെയാണ്, ഗിയർ നമ്മൾ എന്തിനൊക്കെയാണ്. അപ്പൊ നമ്മൾ ഈ ഓരോ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പല ഇടങ്ങളിലാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത്. പലയിടങ്ങളിൽ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് കൃത്യമാണ് എനിക്കൊരു വണ്ടി സ്ലോ ചെയ്യണം, കൈയാണോ കാലാണോ, വണ്ടി സ്പീഡ് കൂട്ടണം, കൈയാണോ കാലാണോ, വണ്ടി നിർത്തണം, കൈയാണോ കാലാണോ, വണ്ടി തിരിക്കണം, കൈയാണോ കാലാണോ. ഇത് നമുക്ക് കൃത്യമായിട്ടൊരു ബോധ്യം നമുക്ക് കൃത്യമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ പേടി കൂടാതെ ഏത് റോഡിലും എവിടെയും എന്ത് ചെയ്യാം, നമുക്ക് കൃത്യമായിട്ട് വണ്ടി ഓടിക്കാം. കാരണം നമ്മളൊരു വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ വേറെ ശരീരം കൊണ്ടൊന്നും നമ്മളൊരു വണ്ടി നിർത്തുവോ അല്ലെങ്കിൽ തിരിക്കുവോ അല്ലെങ്കിൽ വേറൊരു വണ്ടിയുടെ സ്വിച്ചിലൊന്നും നമുക്ക് നിർത്താനോ തിരിക്കാനോ വളയ്ക്കാനോ ഒന്നും വഴിയില്ല. ഈ 5 കൂട്ടം കാര്യങ്ങളാണ് നമ്മൾ നിർത്തുന്നതും തിരിക്കുന്നതും വളയ്ക്കുന്നതും സ്പീഡ് കൂട്ടുന്നതെല്ലാം ഈ 5 കൂട്ടം കാര്യങ്ങളാണ്. അത് നമ്മുടെ കൈയും കാലും കൊണ്ട് തന്നെയാണ്. അപ്പൊ നമ്മുടെ കൈയും കാലിനും നല്ലൊരു വഴക്കം വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ചെയ്യേണ്ടതുപോലെ ചെയ്യേണ്ട സ്ഥലത്ത് നമ്മുടെ കൈയും കാലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് പേടി കൂടാതെ തന്നെ ആർക്കും എന്ത് ചെയ്യാം, ഈ എക്സ്പെർട്ടായിട്ട് വണ്ടി ഓടിക്കുന്നത് പോലെ തന്നെ നമുക്കും വണ്ടി ഓടിക്കാൻ കഴിയുന്നതാണ്, പേടി കൂടാതെ. പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ ഇന്ന ഒരു വീഡിയോ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് എന്താ യൂസ്ഫുൾ ആയെന്നുള്ളതും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.